ചിലപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേറെ പരിപാടി എന്തില്ല, ഇതൊക്കെ തന്നെ ഇടോ പരിപാടി. എന്തൊക്കെ ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ നോക്കട്ടെ. ഇതേട്ടാ കുഴപ്പമില്ല, എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നോർമൽ പോലെ അത് കാണാമല്ലോ, വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ നോക്കിക്കൊണ്ട് മാത്രം ഇരുന്നാൽ മതി, അതാണ് കാര്യം. നേരെ പോയി ഫുഡ് കഴിക്കും. ഓപ്പറേറ്ററും ചേഞ്ചായി, എൻ്റെ കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പുള്ളിയാണ്. ഇനി എന്താ പറയാനാ, ഇനി പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റാവണം. അപ്പോൾ തന്നെ ഇരിക്കുന്നത് എന്നെ പറയാനാ, ഗെയിമും കളിച്ച് നോക്കി ഒന്നും ചെക്ക് ചെയ്യില്ല, എല്ലാം അങ്ങനെ പോകുന്നുണ്ട്. ജസ്റ്റ് നോക്കിയാൽ മതി. ഗോൾഡിൻ്റെ പ്രൈസ് ഒന്ന് എങ്ങനെ കയറിയെന്ന് നോക്കട്ടെ, അത് ചെക്ക് ചെയ്തില്ലായിരുന്നു. ഇതും കഴിക്കുക ഇത് തന്നെ. എന്നിട്ട് വലിയ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, വേറെ ഓഴ്സ അങ്ങനെല്ലാം ഉണ്ടാക്കുന്നു. ഇതിൽ വേറെ വീത്തില്ലെങ്കിൽ വേറെ വീക്കാൻ ചാൻസ് ഇല്ല. ഫോണിൽ ചാർജ് ഇട്ടിരുന്നു, അതെടുക്കാൻ വന്നതാണ്. ഇനി പോയി തിരിച്ചവിടെ ഇരുന്നിട്ട് ഫുള്ളൊന്ന് നോക്കിയിരിക്കണം, അതൊക്കെ തന്നെ പരിപാടി. അതിന് ഡ്യൂട്ടിയിൽ നിന്ന് പോകാൻ വേണമെങ്കിൽ ഇനി എത്ര മണിക്കൂർ, 1 മണിക്കൂർ അടുപ്പിച്ചെന്തുകൊണ്ട്. മൈക്ക് പിന്നെ നാളെ കിട്ടുന്നു പറഞ്ഞു, ഡെലിവറി പോയിട്ടുണ്ടല്ലോ. പിന്നെ പൊളിക്കല്ലേ എന്നാണ് വിശ്വാസം. നോക്കാം, എല്ലാം നോക്കാം. പുള്ളി ഇറങ്ങി ചെയ്തു, ഇപ്പം ഇറങ്ങിയിട്ടുണ്ടാവും. ഫോട്ടോ ഞാൻ ഇവിടെ തന്നെ ഇരിക്കണം. അതെ, കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോയി സൈഫോ ഒന്ന് ഡൗൺ ചെയ്യണം. കാരണം എല്ലായിട്ട് ഔട്ട് പോണത് കുറവാണ്, ലെവല് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി ചെയ്യണം. ഞാൻ ഹെൽമെറ്റ് എടുക്കാൻ വന്നു, ഹെൽമെറ്റ് ഇവിടെ വെച്ചിരിക്കും. കാരണം അതിനകത്ത് ഇറങ്ങുമ്പോഴേ സേഫ്റ്റി മസ്റ്റാണ്. ഇനി അടുത്ത് പോകുന്ന പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് റൗണ്ട് അടിച്ചു. അതെ, കുഴപ്പമില്ല കേട്ടോ, ഞാൻ അടുത്തടുത്ത് പോകണം. കുഴപ്പമില്ല, ഞാൻ അടുത്തടുത്ത് കൂടി പോകണം. പഴയതിൽ കുഴപ്പമില്ല. ഡെയിലി അതിപ്പം നോക്കണൊരു ശീലമായി, അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഫോട്ടോ എടുക്കുന്നത്. നോക്കണൊരു ഹോബിയായി, മനസ്സിലായതാണ്. ചെടിക്ക് വെള്ളം ഒഴിച്ചു വിട്ട്, പിന്നെ ഇതിലും ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു വിട്ട് ചോദിച്ചു ജസ്റ്റ് ഒഴിക്കുമോ, ഞാൻ ഒന്നും ഒഴിച്ചു തരാം, എന്തായാലും ടൈം പോകണ്ടേ. അങ്ങനെ അതും ചെയ്തു. എന്നാ പരിപാടി തന്നെ അടുത്ത് കുറച്ച് വെള്ളം കൊണ്ടായി കഴിക്കണം, ചെറുതായിട്ട് വെള്ളം. അത് തന്നെ അടുത്ത് നേരെ പോയി ഒന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. പുറത്ത് പോകാൻ വേണ്ടിയേ ഞാൻ ഫുള്ളൊന്ന് നോക്കട്ടെ എന്തൊക്കെ ചെയ്യാനുണ്ടാവും. കഴിഞ്ഞു കേട്ടോ, നോക്കി. വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമല്ല, കുഴപ്പമില്ല, എല്ലാം സെറ്റാണ്. സൈഫ ലെവലിൽ കൂടുതലാണ്, ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. നേരത്തെ കുറച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും കുറച്ചാണ്, പിന്നെ നമ്മളത് ഡൗൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് എത്ര ഈ സമയത്ത് പ്രഷർ കുറച്ചാണ് ഇട്ടിരിക്കണം വിസ്കിയിൽ, അതുകൊണ്ട് അത് പയ്യെ കുറഞ്ഞോളൂ. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അത് ഒന്നും ചെയ്യാനുമില്ല, അത് ഓടിക്കോളും. പുറത്തിറങ്ങി പോട്ടിന് ഇനി ടൈം കുഴപ്പമില്ല, പോട്ടിങ് വരാമെന്നേ ഉള്ളൂ. അത് തന്നെ മുടിയൊക്കെ അലിമ്പായി കിടക്കണം. എന്തു ചെയ്യാനാ, എണ്ണ തേക്കാത്തുണ്ടേ. ഇത്ര 1 കൊല്ലമായില്ല എണ്ണ തേച്ചിട്ട്, അതുകൊണ്ടത് ചകിരി പോലെയായി. ഏകദേശം പാതി എത്തിയേട്ടാ, കുറച്ചുകൂടെ കൂടി ഉള്ളൂ. ആണ് കാര്യങ്ങൾ. ഇത് പറയാൻ ഇന്ന് ടെമ്പറേച്ചർ ശലം കുറവാണ്, ഇന്നലത്തെ വെച്ച് കമ്പയർ ചെയ്ത് ഇന്ന് ശലം കുറവാണ്. പക്ഷെ എന്നാലും ഉണ്ട്. വേസ്റ്റ് ഓഫ് ലാൻഡ്. ജ്യൂസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, ഇവിടെ എല്ലാം ചെയ്യാൻ പറ്റുമോ. കാരണം കല്ലും ഒന്നും പൊടിച്ചു വരുമല്ലോ, ചെയ്യാൻ പറ്റണ എന്തൊരു കാണും. തെങ്ങും എല്ലാം വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് കിട്ടും ഇൻകം.
ഇവിടെ പിടിച്ച് കിട്ടിയാൽ അത് തന്നെ. ഡെയിലി ഒരേ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇപ്പോഴത്തെ ദിവസം ഒന്നും എനിക്ക് മനസ്സിലാവണില്ല. രാവിലെ ഉറക്കി എണീക്കിന്, ചെല്ലാണ്, കമ്പ്യൂട്ടർ നോക്കണ്. കാരണം ഇപ്പം ആരും വരണമില്ല ചെക്കിങ്ങിന് വേണ്ടിയൊന്നും. മനസ്സിലായ? ആരുമില്ല. ഞാനുണ്ട്, കൂടെ ഉമ്മാനി ഓപ്പറേറ്ററും ഉണ്ട്. അത് തന്നെ. അതും കുറച്ച് നേരം, 2 ചിലത് 2, 1 ആ സമയമൊക്കെ ആകുമ്പോൾ അവർ പോവും. അതിനുശേഷം പിന്നെ കുറച്ച് നേരം അത് ചെറിയ വർക്കൗട്ടും ചെയ്ത് കമ്പ്യൂട്ടറിൽ നോക്കി ഫോണും തോണ്ടാകുമ്പോൾ അത് തന്നെ. പിന്നെ അടുത്ത് ഇൻസ്റ്റയിലെ ഫീഡ് ഫുള്ള് മറ്റേ വാറ്. ഇൻസ്റ്റ ഫീഡേ മാറി, ഇസ്രായേലിൻ്റെ വാർ. ഇറാൻ ഇസ്രായേലിൻ്റെ വാർ. എന്തൊരു പാടാ. പക്ഷെ എനിക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ ആ കളവനെ. 86 വയസ്സുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു. അത് തന്നെ. നല്ലവരെല്ലാം ഒരു കൂടി പണ്ട് അങ്ങനെയാണല്ലോ, വളഞ്ഞിട്ട് കൊല്ലണത്. അതേ പരിപാടി തന്നെ. നല്ലവരാരും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന്. അങ്ങേര് മിണ്ടാതിരുന്നതുകൊണ്ട് അത്ര നാൾ ജീവിച്ച് 80 വയസ്സ് വരെ. ഇതും കുറച്ച് നാൾ മുമ്പേ ഇതൊക്കെ ലീക്കായിരുന്നിരുന്നെങ്കിൽ അങ്ങേര് അതിന് മുമ്പേ കൊന്നേനെ. ഓ, അങ്ങേരെന്ന് ആ ഫയലിൽ വല്ലതും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ കഷ്ടപ്പെട്ടാണ്. കൺട്രോളും കൂടി കൊടുത്തിരുന്നെങ്കിൽ ഓയിലിൻ്റെ. ഇതൊന്നും നടക്കാത്തതിലാണ് ഇപ്പോൾ പുള്ളിയെ പിടിച്ച് തട്ടിക്കളഞ്ഞത്. പുള്ളി അവർക്ക് മറ്റേ എന്തിനാന്ന് പറയാൻ, ഈ വഴി കൂടി പോകണ മറ്റേ മുള്ളുപോലെയൊക്കെ ആയിപ്പോയി. ഇനി ഞാൻ കയറി പോട്ട് റോഡെത്താറേ. അങ്ങനെ റോട്ടി വന്നു കേട്ടോ. ഒരു വണ്ടി നോക്കിക്കൊണ്ടിരുന്നു, കാണാൻ നല്ല രസമുണ്ട്. ഉണ്ടാ ഏതെന്നറിഞ്ഞൂടാ, പക്ഷെ പിറം ഭാഗം കാണാൻ നല്ല രസമുണ്ട്. എൻ്റെ പിറം ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരു വെറൈറ്റി ലുക്ക്. നോക്കിയതാ. സമയം അടുപ്പിച്ചേ ചേട്ടാ. ഇനി ഒന്ന് പോയിട്ട് ഫുള്ളൊന്ന് നോക്കട്ടെ. സൺസെറ്റ്. നേരത്തെ പോയിട്ട് ലൈറ്റൊക്കെ ഓണാക്കി എല്ലാം ഒന്ന് നോക്കട്ടെ. കുഴപ്പമില്ല, എല്ലാം നോർമൽ തന്നെയാണ്. സൈഫ കുറച്ച് കറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ ഇല്ലേറ്റും അതും ശകലച്ച ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. 4.29 കുഴപ്പമില്ല, ഉണ്ടാക്കട്ടെ. അതാണ് കാര്യങ്ങൾ. എല്ലാ സെറ്റ്. റോജ നോമ്പ് സമയം എത്ര 10 മിനിറ്റ് അടിച്ചു. ചിലപ്പോൾ ലേറ്റാവും, കാരണം സൂര്യൻ താന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചിലപ്പോൾ 20 അടുപ്പിച്ച് വരാം. നോക്കാം. അതിന് റോജ വന്ന സമയം എല്ലാം സെറ്റാണ്. അപ്പോൾ ശരിയാണ്, തുടങ്ങി. അങ്ങനെ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞു. ടൈമായി 7 മണി അടുപ്പിച്ചേ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പോയി കുറച്ച് ഗെയിമൊക്കെ കളിച്ച് ജസ്റ്റ് ഒന്ന് ഇപ്പം നോക്കി. അതൊക്കെ തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.